എന്നാലും ഈ സാധനം വെറൈറ്റി ആണല്ലോ, പെയിന്റിങ് ഒരു വെൽവെറ്റ് ഒട്ടിച്ച പോലെയുണ്ട് സ്റ്റിക്കർ. ഓ സെറ്റ് വണ്ടിയുടെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കൊതിയാവുന്നു. എന്നാണോ ഇങ്ങനത്തെ ഒക്കെ എടുക്കാൻ പറ്റുക? ഇതൊക്കെ മെർസിഡസ് ബെൻസ് S63 AMG ഡിഫൈൻ. ഹായ് ഗേസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ സിറ്റി പാർക്കിലേക്ക് വന്ന് കഴിഞ്ഞ ശേഷം നമ്മുടെ പിള്ളേർ പറഞ്ഞു ഇവിടെ ഒരു പുതിയൊരു മാൾ, സിറ്റി മാൾ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ അതായത് താഷ്കന്ദിലെ തന്നെ ഏറ്റവും വലിയൊരു പുതിയ മാളാണ്, ഓപ്പണായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ മാളൊന്ന് കാണിച്ചു തരാൻ കരുതി. അപ്പം താഷ്കന്ദിലെ മാളിൻ്റെ അവസ്ഥ, ഉസ്ബെക്കിസ്ഥാനിലെ മാൾ എങ്ങനെ ഇരിക്കുന്നു നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ കൂടെ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾക്ക് എന്തായാലും ഈ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ മാള്. നമുക്ക് അങ്ങോട്ടേക്ക് പോയേക്കാം. ഓക്കെ, കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് പുറത്ത് അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള അത്യാവശ്യം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. 2-3 പോലീസൊക്കെ ഇവിടെ ഇരുന്ന്, പോലീസ് ഓഫീസേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഇതുണ്ടോ, ഒരു ചെറിയ പള്ളിയാണ്. നമുക്ക് ആ പള്ളി നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്, അടിപൊളി. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, ഞാൻ അതിൻ്റെ അടുത്ത് കാണിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് മാളിൻ്റെ ഒരു ഔട്ട് സൈഡ് എക്സ്റ്റീരിയർ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ. ഇവിടുത്തെ ഏറ്റവും വലിയ മാളാട്ടോ, ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും വലിയ മാളാണ് ഇത്. പുതിയൊരു മാളാണ്. നമ്മൾ ബാക്കിയുള്ള കൺട്രീസിലൊക്കെ പോയപ്പം അതിൻ്റെ സെപ്പറേറ്റ് മാൾ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിൽ ഇങ്ങനെ ഞാൻ ഇപ്പം വന്നപ്പോഴാണ് അറിഞ്ഞത്, ഇങ്ങനെ എല്ലാവരൊക്കെ പറയുന്നത് പുതിയൊരു മാൾ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ. അപ്പം പിന്നെ അതവനെ കാണാം, അത് സിറ്റി പാർക്കിലാണെന്ന് പറഞ്ഞപ്പം രണ്ടും കൂടി ഇന്ന് കരുതിയിട്ടാണ് വന്നത്. അപ്പോൾ സിറ്റി പാർക്കിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പിന്നെ അത്യാവശ്യം ലെങ്ത്തായി, അതുകൊണ്ട് തന്നെ സിറ്റി മാൾ സെപ്പറേറ്റ് ചെയ്യാൻ കരുതി. ഇതുണ്ടോ ഈ പള്ളി, നല്ല കുഞ്ഞു പള്ളി കേട്ടോ. ഇത്രയും അടിപൊളിയായിട്ടൊരു കുഞ്ഞു പള്ളി ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. സിറ്റി പാർക്കിൽ വരുന്നവർക്കൊക്കെ ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ മാള്. ഇത്ര തന്നെയുള്ള വലിയൊരു മാളാണ്. അത് നമ്മുടെ നാട്ടിലെ ലുലു മാളിൻ്റെ അത്രയൊക്കെ ഉണ്ടാവും. ഇവിടെ നമ്മുടെ എല്ലാ പിള്ളേരും സ്ഥിരം കുറ്റിയായിരിക്കും ഇവിടെ കൂടുതലും. കാരണം ഇവർക്ക് നല്ലൊരു ഈ തരത്തിലൊരു മാള് കിട്ടാൻ വേണ്ടി കാത്തിരുന്നത് നമ്മുടെ പിള്ളേരൊക്കെ. അപ്പോൾ ഇനി ഇവിടെ ആയിരിക്കും സ്ഥിരം കുറ്റിയായിട്ടുണ്ടാകുക. അപ്പോൾ വന്ന സ്ഥിതിക്ക് ഏതായാലും ഈ മാളിൻ്റെ അകത്തൊക്കെ കയറി കാണാം. കഴിഞ്ഞ 2 ദിവസം എൻ്റെ കൂട്ടുകാരനും വൈഫൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ തന്നെ ഉള്ള. അപ്പോൾ അവൻ പറഞ്ഞു വെച്ചാൽ ഇവിടെ ഒരു 60% ഒക്കെ ഓപ്പൺ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ 60% ഓപ്പൺ ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സ് ഓപ്പൺ ആയിട്ടുള്ളൂ. പക്ഷേ ആൾക്കാർ ഇതുണ്ടോ അത്യാവശ്യം ഇവിടെ ഈ ഒരു ഏരിയയിൽ തിരക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഇന്ത്യൻ സ്റ്റുഡൻസൊക്കെ ഉണ്ടോ, ഈ സൈഡിലൊക്കെ ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നു. പിള്ളേരൊക്കെ ഇവിടെ പഠിക്കുന്ന പിള്ളേരായിരിക്കും. നമുക്ക് അതിനകത്തേക്ക് പോയി നോക്കി നോക്കാം. നല്ല LED വാളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ. അങ്ങനെ നമ്മൾ താഷ്കന്റ് സിറ്റി മാൾ, ഇതാ താഷ്കന്റ് സിറ്റി മാളിൻ്റെ എൻട്രൻസിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ കാണുന്നത്. ഫുള്ള് ഓപ്പൺ ആയിട്ടില്ല. അപ്പം അപ്പോഴത്തേക്ക് ഇങ്ങനെ തിരക്കെങ്കിൽ ഫുള്ള് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഇത് വെറൈറ്റി എൻട്രൻസ് ആയിട്ടുള്ളൂ. ഇതെന്താ ഇങ്ങനെ? ഓക്കെ, ഇത് ഒരു പുതിയ ടൈപ്പ് സാധനം കേട്ടോ. ഇങ്ങനത്തെ ഗേറ്റ് സാറിന് ഇങ്ങനെ 4 ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടാകാം. ഓക്കെ, നൈസ്. അപ്പോൾ ഇതാണ് ഇതിനകത്തെ കാഴ്ചകൾ, നമുക്ക് കണ്ടുനോക്കാം. സമാധാനമുണ്ട് ചൂട് കിട്ടുമ്പോൾ. കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഫ്രണ്ടിൽ കാണുന്നൊരു അടിപൊളി ഐറ്റം ബെൻസിൻ്റെ കാറാട്ടോ ഡിസ്പ്ലേ വെച്ചിട്ട്. ബെൻസിൻ്റെ ഏതാണോ എനിക്കറിയോ കാറിനെ കുറിച്ച്. AMG X63. എടാ ഇതിൻ്റെ ഇത് വെൽവെറ്റ് ആണല്ലോ. ഇത് വെൽവെറ്റ് ആണോ? ടച്ച് ചെയ്യാൻ പറ്റില്ല അല്ലേ? ബെൻസ് S63 AMG Cabrio. എന്നാലും ഈ സാധനം വെറൈറ്റി ആണല്ലോ, പെയിന്റിങ് ഒരു വെൽവെറ്റ് ഒട്ടിച്ച പോലെ ഉണ്ട്, സ്റ്റിക്കർ ചെയ്ത പോലെ ഉണ്ട്. നൈസ്, അടിപൊളി സാധനം കേട്ടോ, രക്ഷയില്ല. ഇതിന് ചുറ്റും മറ്റേ പുള്ളിക്കാരൻ നടക്കുന്നുണ്ട്, ആരും തുടങ്ങി പിടിക്കുക ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നൈസായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളി, മാളിൻ്റെ കലക്കി. പിന്നെ അടുത്തത് ഉണ്ട് കേട്ടോ, വേറെയും ഒരു കാർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് ഏതാണെന്ന് നോക്കി നോക്കാം നമ്മൾക്ക്. വാവ്, അടിപൊളി വൈബ് കേട്ടോ. മുകളിലൊക്കെ നല്ല അടിപൊളി ബ്രിഡ്ജ് കൊടുത്തിട്ടേ, ആ ബ്രിഡ്ജ് ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിന് മുകളിൽ നിന്ന് നല്ല വ്യൂ ആ. അടിപൊളി നൈസ് സാധനം കേട്ടോ. ശരിയാണ്, ഫുള്ള് ഓപ്പൺ ആയിട്ടില്ല, പക്ഷേ ആൾക്കാർ ഇത്രയുണ്ട്. ചെറിയ കുറച്ച് ഔട്ട്ലെറ്റ് ഉള്ളെങ്കിലും നല്ല ആൾക്കാർ കയറിയിട്ടുണ്ട്. അതുണ്ടോ ആ മുകളിൽ ആ ഒരു LED റൗണ്ടിൽ ഇങ്ങനെ വരുന്നത് ഉസ്ബെക്കിസ്ഥാൻ്റെ ഫ്ലാഗ് ആട്ടോ. ഫ്ലാഗിൻ്റെ ആ കളർ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് റൗണ്ടിൽ. നൈസ്.
അപ്പം നമ്മളെ പിള്ളേർ അവിടുത്തെ കാറിനൊക്കെ ചുറ്റിപ്പറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇത് വേറെ എനിക്ക് തോന്നുന്നു ചൈനീസ് കമ്പനിയാണെന്ന് തോന്നുന്നു. നമ്മുടെ ബെൻസിൻ്റെ അത് AMG ഇല്ല, ഒരു ഇതേപോലൊരു വണ്ടിയില്ലേ SUV 7 കാർബൺ G63 AMG. എന്തോ ആയിക്കോട്ടെ സംഭവം. ഇതിൻ്റെ കളർ പെയിൻറ്റിങ് വേറെ വെറൈറ്റി ആട്ടോ. ഇതെന്താ മാറ്റ് ഫിനിഷ്, മറ്റേ മാറ്റ് സ്റ്റിക്കർ ഒട്ടിച്ച പോലെ കേട്ടോ. അതാ നോക്കിയാൽ ഒരു സ്റ്റിക്കർ ചെയ്ത മാതിരി മൊത്തത്തിൽ. ഓ സെറ്റ് വണ്ടിയിട്ട് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കൊതിയാവുന്നു. എന്നാണോ ഇങ്ങനത്തെ ഒക്കെ എടുക്കാൻ പറ്റുക? ഇതൊക്കെ എടുക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം, അത് വേറെ കഥ. അല്ലാതെ നമ്മുടെ നാട്ടിലൊന്നും ഈ സാധനം ജന്മത്തിൽ ഇറങ്ങാനും പറ്റില്ല, ഇറക്കാനും പറ്റില്ല. അടുത്തത് ബെൻലിൻ്റെ അതേ ലോഗോ പോലെ വേറെ ലോഗോ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നോക്കാം, മൻസോറി ബെൻലി കണ്ടിമെൻ്റൽ GT ക്യാബ്. ബെൻലിൻ്റെ തന്നെയാന്ന് തോന്നുന്നു. ഇത് താഴെ മുട്ടിയില്ലാതെ വരത്തില്ലാട്ടോ ഈ വണ്ടി നിൽക്കുന്നത്. ഇത് വെറൈറ്റി കളറാണ്. നല്ല ഇതിനൊക്കെ പെയിൻറ്റിങ്സ് എന്താ സംഭവം, നല്ല എക്സ്പെൻസീവ് കാറായതുകൊണ്ടായിരിക്കാം ഈ റേറ്റ്. അത് ലൈറ്റൊക്കെ നോക്കിയാൽ നൈസ് സാധനം അല്ലേ. ഒരു രക്ഷയില്ല സത്യം പറഞ്ഞാൽ. ഈ മാളിൽ വന്ന് ഈ 3 കാറ് കണ്ടാൽ തന്നെ മുതലായി, വന്നത് മുതലാവും. പിന്നെ കുറച്ച് ഔട്ട്ലെറ്റ്സ് ഉണ്ട്, ലൂയിജോ പറഞ്ഞ ഔട്ട്ലെറ്റ്. പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ ഓരോന്ന് ഓപ്പൺ ആവുന്നതേ ഉള്ളൂ. US പോളോ ഉണ്ട്, USPൻ്റെയും അതുപോലെ തന്നെ കുറച്ച് ഡ്രസ്സിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഏകദേശം 1, 2, 3 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഫ്ലോർ വരെ ഉണ്ട്. മുകളിലൊക്കെ ചെറുതായിട്ട് ഓപ്പൺ ആയതേ ഉള്ളൂ. ഓരോന്ന് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ആണുള്ളത് കാര്യമായിട്ട്. എന്തായാലും അടിപൊളിയായിട്ട് നമ്മൾ പിള്ളേരൊക്കെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. നൈസ്. നല്ല അടിപൊളി വണ്ടികൾ കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല വെറൈറ്റി സാധനങ്ങൾ. പിന്നെ ഈ ഒരു സംഗതി ഉണ്ടോ, ഇത് ഈ ടെസ് എന്ന് പറഞ്ഞിട്ട്, ഇത് ചൈനയിലെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് പവർ ബാങ്കാണ്. നമ്മൾക്ക് QR വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പവർ ബാങ്ക് യൂസ് ചെയ്യാൻ പറ്റും എടുത്തിട്ട്. എന്നിട്ട് അടുത്ത എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ ഇതേപോലെ ഈ പവർ ബാങ്ക് ഉണ്ടാവും, അതിൽ ഇട്ട് വെച്ചാൽ മതി. ഇവിടെ തന്നെ കൊണ്ടുപോയി വെക്കണം എന്നില്ല. ഓക്കെ, എന്തായാലും അതൊക്കെ നല്ല ടെക്നോളജിയൊക്കെ അത്യാവശ്യം ഡെവലപ്പായി വരുന്നുണ്ട്. അതായത് ചൈനേൻ്റെ പല ടെക്നോളജികളും കസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനൊക്കെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരൊക്കെ അത് മാതൃകയാക്കി സ്വീകരിച്ചെടുക്കുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങളൊക്കെ. നമ്മുടെ ഇന്ത്യക്കാർക്ക് മാത്രമേ ഏറ്റെടുക്കാൻ ഭയങ്കര ഒരു മാനസികമായിട്ട് പ്രയാസമുള്ളൂ, എടുക്കാൻ മടിയുള്ളൂ. പക്ഷെ അവർ ഇത് സംഗതികളൊക്കെ എടുക്കുന്നുണ്ട് അവർ. അതിന് മെച്ചമുണ്ട്. ഇതുപോലൊക്കെ അടിപൊളി സെറ്റപ്പൊക്കെ ആക്കണമെന്നുണ്ടെങ്കിലേ നൈസ് അല്ലേ. നമ്മളങ്ങനെ മുകളിലേക്ക് കയറി വന്നപ്പോഴേ ഫസ്റ്റ് ഫ്ലോറാണെന്നാണ് കരുതിയത്. അപ്പോഴത്തേക്കാണ് ഇതാ ഗ്രൗണ്ട് ഫ്ലോറാണ് ഇതും. അതായത് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നേരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കയറി വരാൻ പറ്റും. ഇത് റോഡൊക്കെ ഉണ്ട് ഇവിടെ, പുറത്തുനിന്ന് നേരെ ഇങ്ങോട്ട് വരാൻ പറ്റും. നമ്മളപ്പോൾ ശരിക്കും ബേസ്മെൻറ്റിൽ ഉണ്ടായ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ G-Wagonൻ്റെ വേറൊരു മോഡൽ വണ്ടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഗാഡ് മോട്ടോഴ്സ് ഈ സംഗതി എന്ന് പറയും ബെൻസ് തന്നെയാണ് സംഭവം. താഴെ കണ്ടതും ഇതൊക്കെ ബെൻസ് തന്നെയാണ്. അത് ചേട്ടനാണോ ഞാനോ അതല്ല. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയാം, ഇതൊക്കെ കാർബൺ ഫൈബറിൽ ഉണ്ടാക്കിയ വണ്ടികളാണ്. അതായത് ബെൻസിൻ്റെ വണ്ടികൾ തന്നെ G-Wagon, ഇതൊക്കെ താഴെ കണ്ട ബെൻലിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവരെടുത്തിട്ട് ഇവരുടെ അതിൽ കാർബൺ ഫൈബറൊക്കെ വെച്ച് മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ എക്സ്പെൻസീവാണ്. നാട്ടിലൊക്കെ G-Wagon ഏകദേശം ഇവർ പറഞ്ഞതനുസരിച്ച്, നമ്മളെ പിള്ളേർ പറഞ്ഞതനുസരിച്ച് 3 കോടി രൂപയൊക്കെ ഉണ്ട്. അതിന് 3 ഇരട്ടി ഉണ്ടാവും സത്യം പറഞ്ഞാൽ ഇതിന് ഈ റേറ്റ് വരുന്നത്. അതായത് ഒരു 5-8 കോടിയൊക്കെ വരും ചിലപ്പം. അടിപൊളിയല്ല, എന്നാലും കാണാനും അടിപൊളി കേട്ടോ, ഒരു രക്ഷയുമില്ല. പക്ഷെ ഇത് പൊന്നു പോലെ കൊണ്ടു നടക്കേണ്ടി വരും, തട്ടലും മുട്ടലൊന്നും ഇല്ലാതെ. എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ട് സ്ക്രാച്ച് വീണ് കഴിഞ്ഞാലുണ്ടല്ലോ, അത് പൊട്ടലോ വന്നു കഴിഞ്ഞാൽ നല്ല പണിയാണ്. ഇതിൻ്റെ റൂഫ് അവിടെയൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ടോ, ഒരു രക്ഷയില്ല. എന്നാലും നമ്മൾ ഇവിടുന്ന് ഇതിന് കുറച്ചൊന്ന് കറങ്ങിയിട്ട് അടുത്ത് വേറെ വണ്ടിയുണ്ട്, അതും കൂടി കാണിച്ചു തരാം കേട്ടോ. ഫുള്ള് ഒരുപാട് വണ്ടികൾ കുറേ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് പല ഏരിയയിലായിട്ട്. പക്ഷേ വെച്ച വണ്ടികളൊക്കെ ഒന്നിനൊന്നും മെച്ചം. നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വാന്നാക്കുമല്ലോ, ആ ടൈപ്പ് സാധനങ്ങളാട്ടോ. ഇതുണ്ടോ, ഇത് മറ്റൊരു ഐറ്റം. ഇത് ഓഡീൻ്റെ കേട്ടോ, ഓഡീൻ്റെ ഏതാ RS7 എന്നുള്ള വണ്ടിയാണ്. ഇത് ഇതേപോലെ കാർബൺ ഫൈബറിൽ ഇതൊരു ബോഡി ഫിനിഷ് ചെയ്തത് ആ സാധനം. അടിപൊളി ഐറ്റം അല്ലേ. നല്ല, അതായത് ബെൻലി, ഓഡി, ബെൻസ് ഇതൊക്കെയാണ് ഇവർ മൊത്തം മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല റേറ്റ് ഉണ്ട്. ഓക്കെ, അടിപൊളി. 350 km/h അതിൻ്റെ മാക്സിമം സ്പീഡ് അല്ലേ. അതായത് 0 to 100 എത്താൻ 2.5 സെക്കൻഡോ അങ്ങനെ എന്തോ ആണ് കാണിച്ചിട്ടുള്ളത്.
സെറ്റ് വണ്ടി കേട്ടോ. അപ്പോൾ ഇനി കണ്ട മുകളിലൊക്കെ ആൾക്കാർ ക്ലീൻ ചെയ്യുന്നുണ്ട്. ആ ഗ്ലാസ്സിന് മുകളിൽ നിന്നിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് നടന്നപ്പോൾ ഇതാ, ഇത് റോൾസ് റോയ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? റോൾസ് റോയ്സിൻ്റെ ഒന്നും അല്ലല്ലോ, ബെൻസൺ ആവോ. ഓക്കെ, ഇത് ബെൻസിന് ഏതാണ് മോഡല്? മേബാക്ക്. ആ ഓക്കെ, മേബാക്ക് ഈ കളറിൽ ചെയ്തതല്ലേ? ആ അടിപൊളി. പിന്നെ നൈസായിട്ടുണ്ടല്ലോ, മെർസിഡൻസ് ബെൻസ് S63 AMG ടിഫാനി എഡിഷൻ. ഇത് അടിപൊളി കേട്ടോ കാണാൻ. സൈഡ് കാണുമ്പോൾ റോൾസ് റോയ്സിൻ്റെ എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഒരു ഊഹം പറഞ്ഞ കേട്ടോ. എനിക്ക് ഈ വണ്ടികളെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. ഓക്കെ, അടിപൊളി സംഭവം അല്ലേ? ഇത് ഓരോ സൈഡിൽ ഇതേപോലെ ഓരോന്നിങ്ങനെ വണ്ടികൾ കയറ്റിച്ചിട്ടുണ്ട്. അപ്പം ഇത് കാറിൻ്റെ ഷോറൂം മറ്റേ ആക്കിയാൽ പോരായിരുന്നോ? മാളെന്ന് പറയേണ്ടായിരുന്നു ഇതിന്. സിറ്റി മാളെന്ന് പേരും ഉള്ള വണ്ടികൾ മൊത്തം ഇതാ ഇവിടെ താഴെയൊക്കെ കണ്ടോ? താഴെ ഇതാ നേരത്തെ കാണിച്ച ജി വാഗണും അതുപോലെ തന്നെ ബെന്ലിയൊക്കെ താഴെ കിടക്കുന്നു. ഓക്കെ, ആൾക്കാർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം കോമഡി എന്നറിയോ, ഇവർക്ക് ഭയങ്കര കൗതുകമായിരിക്കും ഇവരുടെ നാട്ടിലൊരു മാൾ വന്നു. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ലുലു മാൾ വന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് എത്രമാത്രം ആവേശം ഉണ്ടായിരുന്നോ, അതുപോലെയാണ് ഉസ്ബെക്കിസ്ഥാനിൽ ഈ ഒരു സിറ്റി മാൾ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കുള്ള ആവേശം. കാരണം അവരിതുവരെ ഇങ്ങനെയുള്ള മാളൊന്നും കണ്ട് ശീലിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഉസ്ബെക്കിസ്ഥാൻ ഇപ്പം ഡേ ബൈ ഡേ എന്ത് ചെയ്യാണ് ഡെവലപ്പായി വരിക കേട്ടോ. നമ്മളങ്ങനെ തേർഡ് ഫ്ലോറിലെത്തിയിട്ട്, തേർഡ് ഫ്ലോറിൽ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. ഉള്ളത് ഒരു സ്പോർട്സിൻ്റെ ഷോപ്പുണ്ട്, സ്പോർട്സിൻ്റെ ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ, ഷൂസും അതുപോലെ തന്നെ സ്പോർട്സ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ, അതിൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആ ഒരു സൈഡിൽ ലേഡീസ് വെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കോസ്മെറ്റിക്സും കാര്യങ്ങളൊക്കെ. ഈ ഒരു സൈഡിലും ഇതേപോലെ ലേഡീസിൻ്റെ തന്നെയാണ്. പിന്നെ ടോയ്ലറ്റും വാഷ്റൂമും കാര്യങ്ങളൊക്കെ. ഇതാണ് മൊത്തത്തിൽ എന്താ പറയുക സിറ്റി മാള്. ഒരുപാട് ഔട്ട്ലെറ്റ് ഓപ്പൺ ആവാനുണ്ട് അത്ര, പക്ഷേ വലിയ പുതുമയൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ മാളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു മാളാണ്, പുതിയൊരു അനുഭവമാണ്. അവർക്കൊരു മാളിലേക്ക് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് അവർ കുറച്ചും കൂടി വളരെ എൻജോയ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അവർക്ക് കുറച്ച് കൗതുകവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇതുപോലൊരു വലിയൊരു കോംപ്ലക്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. നമ്മളെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലെത്തിയപ്പോഴേ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, വമ്പ രസമാണ് കേട്ടോ കാണുമ്പോൾ. ഇതുണ്ടോ ജെല്ലി മിഠായികൾ. ഇതെന്താടാ ഇതിൻ്റെ നാരങ്ങയുടെ ഇതാണോ ടൈപ്പ് ഡിസൈനിങ് ആണോ? ആ, ഇത് മറ്റേ ഗോസ്റ്റിൻ്റെ പല്ലൊക്കെ അല്ലേ? പല്ലൊക്കെ ടൈപ്പ് ആയിരുന്നു, ഗോസ്റ്റിൻ്റെ പല്ലൊക്കെ വെച്ചിട്ട്. ഓ, ഇതൊക്കെ ഉണ്ട്, പല ഐറ്റംസ് ഉണ്ട് കേട്ടോ, നല്ല നൈസ് സാധനം. ജെല്ലി മിഠായികൾ കാണുമ്പോൾ കൊതിയാവുന്നു അവർ. പക്ഷേ റേറ്റ് എങ്ങനെ നല്ല റേറ്റ് ഉണ്ടോ? 36,000 100 ഗ്രാമിനോ? ഓക്കെ, പിസ്സേൻ്റെ മോഡല്, ക്യാരറ്റ്, ഇതെന്താ സാധനം? ഇതൊക്കെ ഉണ്ട് സംഭവം, പല ഐറ്റംസിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ. ജെല്ലി അടിപൊളി. മാളിൽ വരുന്നവർ പറ്റുന്ന താല്പര്യമുള്ളവർ ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ചോ കേട്ടോ. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അലമ്പാണ് കൈസ്. അങ്ങനെ നമ്മൾ മാളൊക്കെ ഫുള്ള് കയറി ചുറ്റി കണ്ടു, എല്ലാ ഫ്ലോറിലും കയറി നോക്കി. ഞാൻ പറഞ്ഞില്ല, ഒരു 60% ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ, ബാക്കിയുള്ളത് ഇനിയും ഓപ്പൺ ആവാനുണ്ട്. അത്ര കുറേ കാര്യങ്ങൾ മിസ്സിങ് ഉണ്ട് ഇവിടെ. അതായത് നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റും അതുപോലെ തന്നെ ഫുഡ് കോർട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. എന്താണ് എനിക്കെന്താ ഫീൽ ചെയ്തത്? സൂപ്പർ മാർക്കറ്റ് ഒന്നും ഇല്ല അങ്ങനെ കാര്യമായിട്ട്. വരുമായിരിക്കും സത്യം പറഞ്ഞാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാൾ ഇവിടെ വരുന്നത് തന്നെ, ഫസ്റ്റ് ടൈമാണ്. അപ്പം അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ റെഡി ആയി വരുമായിരിക്കും എന്തായാലും. ഒരുപാട് ബ്രാൻഡഡ് ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ നല്ലൊരു ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ സാധാരണ ഉണ്ടാകുന്ന ഫുഡ് കോർട്ട് ഉണ്ടല്ലോ, അത്തരത്തിൽ മെയിനുള്ള ഫുഡ് കോർട്ടോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. വരുമായിരിക്കും മിക്കവാറും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റ്, ഏറ്റവും നല്ലൊരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ വളരെ മനോഹരമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വരാനുണ്ട്, എന്തായാലും വരുമായിരിക്കും ഭാവിയിൽ. എന്തായാലും താഷ്കന്തിലെ പുതിയ മാളിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത വീഡിയോ വരുന്നവരെ